ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ? ഇന്ന് മുത്തുവിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കാൻ വേണ്ടി പോണത്. മുത്തുവിൻ്റെ കല്യാണം കണ്ടിട്ട് 15 ദിവസമൊക്കെ ആവാനായി. പക്ഷേ ഓരോ ബിസി കാരണം എനിക്ക് ഇതൊന്നും അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല ഇനി കേട്ടോ. അപ്പോൾ തലേന്നത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസമായി ഒരാഴ്ചയായി തോന്നുന്നത്. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ കുറച്ചായി എഡിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് ആക്കി വെക്കണം. പിന്നെ കാക്കൻ്റെ ഫോണിൽ കുറച്ച് ക്ലിപ്പൊക്കെ അപ്പോൾ അതിലേക്കൊക്കെ ആക്കാൻ അങ്ങനെയൊക്കെ ഓരോ ലേറ്റായി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ കാക്ക നാട്ടിലുകൊണ്ട് തന്നെ വരുമ്പോൾ പോക്കൊക്കെ ആയതുകൊണ്ട് കല്യാണങ്ങൾ വേറെയൊക്കെ ഉണ്ടേനി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റ് ആയതാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോയത്. റിഫുവിൻ്റെ പുതിയാപ്പിളിൻ്റെ അടുത്താണ് കേട്ടോ കാറ്. ഓൽക്കും ഈ കല്യാണം ഉണ്ടെന്ന് വെള്ളാമൻ്റെ മോളെ കല്യാണം ഉണ്ട്, മക്കളൊക്കെ ഉള്ളതല്ലേ, മഴയാണ്. അപ്പോൾ ഒരു അതെടുത്ത് ഞങ്ങൾ തലേ ദിവസമൊക്കെ ഞങ്ങൾ സ്കൂട്ടർമേലാണ് വന്നത് എൻ്റെ ഉപ്പൻ്റെ. പിന്നെ അന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ ചുരിദാർ കാക്ക ബ്ലാക്കാണ്, ഞാനും ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് പള്ളിക്കലാണ് നിക്കാഹ് 10:30 അപ്പോൾ ഇക്കാക്ക എന്നെ അവിടെ ആക്കി തന്നുകൊണ്ട് ഇക്കാക്ക ഉണ്ട് പള്ളിക്കൊക്കെ തന്നെ പോയിട്ടോ. പിന്നെ ആ വണ്ടിയിൽ തന്നെ പള്ളിക്കൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോൾ എല്ലാവരും ഒക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഒറ്റത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ മാറ്റണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി വന്നുകൊണ്ട് അതിൽ ഞങ്ങളെ ഇങ്ങോട്ട് പിന്നെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും ജസീറ, കൊൽക്കത്താത്ത, പിന്നെ ആരോ 1-2 കൂടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തുമ്പോൾ ഓട്ടിടത്തിൽ ആരുമില്ല ഉണ്ട്. പിന്നെ അതാ രാമനാട്ടത്തെ രാമനാട്ട ടീം വന്ന് പിന്നെ ഒരത്താത്തൻ്റെ അയൽവാസിൽ സത്യം എടുത്തിട്ടുണ്ട്. ഓരാണ് അതൊക്കെ അങ്ങനെ ഓരോരുത്തരത്തിന് വരാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ മുത്തു പിന്നെ രാവിലെ മാറ്റിയതിന് ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഔട്ട്ഡോറിൻ്റെ ഇതൊക്കെ എടുക്കാൻ ഒരു അടുത്തോടെ പോയിനി. അപ്പോൾ തിരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അവളെ മുഖത്തൊരു വലിയൊരു തെളിവില്ല. അവൾ വിചാരിച്ച മാതിരി സ്റ്റേജ് ആവാത്തതുകൊണ്ടാണ്. സ്റ്റേജ് ഓവറൊന്നും അവൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ആദ്യം. അപ്പോൾ തീരെ ഇല്ല, കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഇത് പറഞ്ഞിനി, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ്. മുഖത്ത് കുട്ടികളല്ലേ, ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇത് വിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതില്ല, അതിങ്ങനെ കണ്ടില്ല, അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അവൾ. പിന്നെ പള്ളിക്കലത്ത് നിന്ന് നിക്കാഹ് നടക്കണം, ഇക്കാക്ക പോകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കാക്കനോട് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാക്ക എടുത്തതാണ് ഈ വീഡിയോസൊക്കെ. ചെക്കന് വരുന്ന വീഡിയോ ആണ്, പള്ളിക്കൊക്കെ ഇതാ കയറുന്നത്. പിന്നെ പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു ഇതാക്കി ആക്കുന്ന വീഡിയോ ആണ്. അത് കഴിഞ്ഞ നിക്കാഹിനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ونهانا عن الصفاء فقال مخبرا وآمرا فأنكحوا الأيام منكم والصالحين بالنكاح ونهانا عن الصفاء فقال مخبرا وآمرا فأنكحوا الأيام منكم والصالحين. അത് കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞതാ പിന്നെ അമശാങ്കക്ക് മഹർ കൈമാറുകയാണ്. ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ഈ ഫോട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഈ നട്ട്സും കാര്യങ്ങളൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവിടെയുള്ള കാരക്ക നട്ട്സ്, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണോ അറിയില്ലട്ടത്. പിന്നെ ചെക്കന്മാരെ പിന്നെ ഇതാണ് ചെക്കന്മാരെ കോസ്റ്റ്യൂമും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോസ്റ്റ്യൂമാണ്, ബ്ലാക്കും പിന്നെ ഒരു ഷാളൊക്കെ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ ഓരോരു ഇതാണ് കണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഓഡിറ്റോറിയത്തേക്ക് വരണ്ട, മഹർ കെട്ടാൻ ഓഡിറ്റോറിയത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിക്കാഹ് കഴിഞ്ഞ് പള്ളിക്കുന്ന നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതാ വന്നിങ്ങനെ കാരണമൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫർ അവിടുത്തൊക്കെ ഉണ്ടപ്പോൾ ഓല് പറഞ്ഞ മാതിരിയൊക്കെ നിൽക്കുക. അതാണ് ലേറ്റായി ഇങ്ങനെ ഇറങ്ങാനൊക്കെ ലേറ്റായി നിൽക്കുന്നത്. ആ ഒരു ഇതിലിങ്ങനെയൊക്കെ എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചെക്കൻ്റെ വീട് ചെമ്മാടാണ്, ചെമ്മാട് ആലുംചോട് എന്ന് പറയും, അവിടെയാണ് വീട്. ഞങ്ങൾ പോയിന് 2 ദിവസം മുന്നേ ഞങ്ങളൊക്കെ പോയിന്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല ഫാമിലിയൊക്കെയാണ് കേട്ടോ, അടിപൊളിയാണ്. ഓനൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് 2 വർഷം ആവാനായി. ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ വന്നാൽ ഒക്കെ 17 വയസ്സാകുമ്പോൾ ഉറപ്പിച്ചിട്ടിരിക്കണേ. ഇപ്പോൾ 19 വയസ്സായി, ഇപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഓൻ ഗൾഫിലാണ്, ദുബായിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം വന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കല്യാണത്തിന് ഒരു 10 ദിവസം മുന്നേ എത്തിയിട്ടുള്ളൂ. അവൻ്റെ പേര് സുഹൈൽ എന്നാണ്. പിന്നെ അവിടെ 2 പെണ്ണും 2 ആണാണ്. 2ാമത്തെ മോനാണ് ഇവന്. 2 പെങ്ങന്മാർ, ഒരു പെങ്ങളെ കല്യാണം കഴിച്ചിന്, ഒരു പെങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാ പിന്നെ ഓട്ടോത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വലിയ അജും സജ്ജും എല്ലാം കൂടി ബൊക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐമോന് ഈ ഇഷുമോളൊക്കെ ഉണ്ടല്ലോ നമ്മളെ പൊന്നുൻ്റെ പെങ്ങൾ, നമ്മളെ ഇന്നുമോളൊക്കെ തുണയാണ്. അപ്പോൾ ഓലൊക്കെ ബൊക്കൊക്കെ കൊടുത്ത് ഓലക്കൊക്കെ കൈ കൊടുത്ത് അവൻ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഓല് ബൊക്ക കൊടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ നിർത്തിയിനി. അങ്ങനെ ബൊക്ക കൊടുത്ത് അവന് കയറുകയാണ്. ഇനിയിപ്പോൾ എനിക്കൊരു എൻട്രി വേണോ, അപ്പോൾ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓനെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ ചെക്കന്മാർ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ കയറിയതിൻ്റെ പിന്നെ ഫോട്ടോസും ഇതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഓല് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ആക്കാം മഹറിട്ടൽ എന്നുള്ളതിൽ അങ്ങോട്ട് പോയിട്ടോ. ഒരു ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പം പിന്നെ അതങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി പോയി. എന്നതിൻ്റെ ശേഷം വന്നിട്ടാണ് മഹർ കെട്ടിയത്. പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ പോയാലും പിന്നെ പെണ്ണുങ്ങളോടും ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തരൊക്കെ വന്ന് നല്ലത്തോരും അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ പിന്നെ എത്തിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയാൽ നമ്മൾ പോകുമ്പോൾ ആവില്ല എൻട്രിയിൽ നിന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാം കേട്ടോ. നമ്മൾ എല്ലാ ബ്രൈഡിനെ ഇങ്ങനെ കയറ്റില്ല ആ സമയത്താവും വിചാരിച്ച് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാതെ നിൽക്കുക. നമ്മൾ ബുഷ് പറഞ്ഞ് അതിന് നമുക്ക് ബ്രൈഡിനും കൊണ്ടാണ്ട് പോകാം, ബ്രൈഡ് ഉണ്ടെങ്കിലോ എൻട്രി നടത്തുള്ളൂ എന്ന് പറയാണ്ട് ഓളും ചോറ് തിന്നാൻ വേണ്ടി ഞങ്ങൾ പിന്നെ പന്തലിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നാണ് പിന്നെ ഒരു ചെക്കന്മാർ ഇരുന്ന ആ സമയത്ത് തന്നെ. അപ്പം നിൽക്കാൻ കഴിഞ്ഞതാ മഹർ ബുഷി കാണിക്കാൻ കേട്ടോ. അതൊക്കെ ഇതാണ് മഹർ. അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ പിന്നെ അതാ പോവുകയാണ്. അങ്ങനെ ബ്രൈഡിനും കൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. അതൊക്കെ മുത്തുതാ നിൽക്കണ്. അപ്പോൾ ഓക്ക് അങ്ങനെ തിന്നാങ്ങല്ലോ, ഓക്ക് സുഖമില്ലേനി, വെയ്യേനി, പനിയേനി, 2 ദിവസം തലേന്നൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ടതാ, പനിയും ഇതൊക്കെ ആയിട്ട്. പിന്നെ അപ്പോൾ ഭക്ഷണമൊക്കെ കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു തീരെ ഭക്ഷണം കഴിക്കാത്ത ആളാണ്. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, പിന്നെ മാറ്റി നിൽക്കണ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ആയിട്ട് കുറച്ചെന്തോ തിന്നിട്ടുള്ളൂ. അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ഇവർക്ക് ചെക്കനും ടീമും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി കുട്ടൻ മന്തി ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ്, ബീഫ് വരട്ടിയതൊക്കെ ആയിട്ടുണ്ടേനി. അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ പെണ്ണിനെ കയറ്റുകയാണ്. അപ്പോൾ ചെക്കനിപ്പം സ്റ്റേജ് മേലുണ്ട്. അങ്ങനെ ഇതാ ഓളെ കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ പൂവാട്ടുമ്പത്തെ മക്കൾ തന്നെയാണ് കേട്ടോ. ഒപ്പനൻ്റെ ടീം ഒരു കളിച്ചും കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ബാക്കിൽ പിന്നെ എസീറിയും നോളപ്പിയും ഒക്കെ ഉണ്ട് ഒലേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയാപ്പിളിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിച്ച് കാണാൻ വരികയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ് ചെയ്ത് കാണുന്നുണ്ടെന്നെങ്കിലും സബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട കമൻറ്റൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് എൻ്റെ വിജയം. ആ ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അതൊന്നും മറക്കണ്ട കേട്ടോ. വീഡിയോ ഇടാൻ വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇത് കാണാൻ മറക്കരുത്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അങ്ങനെ അതാ പിന്നെ ഒപ്പരം കഴിഞ്ഞ് സ്റ്റേജിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേജിനൊക്കെ കയറ്റാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ. ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞമാരിങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഓനിത് അവിടെ ഉണ്ട്. അങ്ങനെ ഓളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഓളെ കയറ്റി. പിന്നെ എന്നതിൻ്റെ ശേഷം പിന്നെ എസീറി മുതാപ്പിളി മഹറേറ്റൊക്കെ കയറുന്നത് അതിനൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അതാ ഓനോട് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ, ഓളനിയത്തിയും ഓക്കെ. ഓക്കെ ഇതാ ഒരാൾ സജ്ജു അനിയനും അനിയത്തിയും ഉമ്മിപ്പിയൊക്കെ ഇതാ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം പിന്നെ ഒരു പറയുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് ആ ഒരു വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കയറിയിട്ടുണ്ട്. ഇനി പിന്നെ മഹർ കെട്ടണ ആ പരിപാടികളൊക്കെയാണ് കേട്ടോ. പിന്നെ സ്റ്റേജിൽ നിന്ന് കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതുവരെ കളിച്ചാണോ നിർത്തി. പിന്നെ ഇവർക്ക് അവിടെ ഇതിപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കല്യാണം, ചെക്കൻ്റെ വീട്ടിലും കല്യാണം എന്നാണിത്. ഇപ്പം ഇങ്ങനത്തെ കല്യാണം വളരെ കുറവാണല്ലോ. നിക്കാഹ് ഒരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം പെണ്ണിൻ്റെ ഡ്രസ്സും ആണിൻ്റെ ഡ്രസ്സും അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ ഈ കല്യാണമൊന്നും അങ്ങനെയല്ല കേട്ടോ. ഈ ചെക്കൻ്റെ വീട്ടിലൊന്നാണ്, ഇവരെ വീട്ടിലൊന്നാണ്. അപ്പോൾ ചെക്കനക്ക് ഈ നിക്കാഹ് കഴിഞ്ഞ് മാറട്ടിലൊക്കെ പോയിട്ട് അത്യാവശ്യം ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അവിടെയും കല്യാണം നടക്കല്ലേ, അപ്പം ചെക്കനും ഇവിടെ അല്ലേ. അപ്പോൾ ഒരു വേഗം പോയിട്ടോ കൂടുതൽ. പിന്നെ വൈകുന്നേരം വീണ്ടും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചെക്കൻ്റെ കോസ്റ്റ്യൂമാണ് ഇത് കേട്ടോ. വൈകുന്നേരത്തെ കാണാൻ നിങ്ങൾക്ക് വേറെയാണ്, ബ്ലാക്കാണ്. അപ്പം പിന്നതാണ്. അപ്പോൾ കുളത്ത് കഴിച്ചിട്ട് കിട്ടില്ല. അപ്പം മുത്ത് തന്നെ കഴിച്ചൊക്കെ കൊടുക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട്. അത് ഇത് വല്ലാത്തൊരു മുഹൂർത്തമാണല്ലോ അല്ലേ. ഇനിയിപ്പം നിക്കാഹ് കഴിയുമ്പം തന്നെ ഏതൊരു പെണ്ണിൻ്റെ വാപ്പക്കും മനസ്സൊന്ന് ഒലയുന്ന സമയമാണ്. നമ്മളെ മക്കൾ വേറൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണല്ലോ. ഇതുവരെ നമ്മൾ പോറ്റി വളർത്തി 19, 20, 21 വയസ്സ് വരെയൊക്കെ നമ്മൾ പോറ്റി വളർത്തി. പിന്നെ നമ്മൾ മക്കളെ വേറൊരാളേക്ക് ഏൽപ്പിക്കുമ്പോൾ എതിരുമ്മായാലും ഉപ്പായാലും നമുക്ക് മനസ്സ് നല്ല പിടയ്ക്കും. നമുക്കൊക്കെ അനുഭവമുള്ള മോളെ കല്യാണം കഴിച്ചുകൊണ്ട് നമുക്കറിയാം കേട്ടോ ആ ഒരു ടെൻഷന്. കല്യാണമൊക്കെ ഭയങ്കര സന്തോഷം ഇതാവും, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാവും. പക്ഷേ ആ കുട്ടികൾ നമ്മൾ ഇറങ്ങാൻ നേരത്തൊക്കെ ഉണ്ടാവണം നമുക്കുള്ളൊരു സങ്കടം, അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാ ഒരാൾക്ക് കഴിഞ്ഞ് എല്ലാവരും ചോറ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ നിർത്തില്ല. നമ്മൾ ഒക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആവാനാരെ അവിടുന്ന് പെണ്ണും ചെക്കനൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡാക്കിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറാച്ചിട്ട് പിന്നെ ഈ മുത്തിട്ട ഡ്രസ്സ് ഇന്നലെ അവിടുന്ന് ഒരു കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും മാറാനില്ല, അതന്നെയാണ് കേട്ടോ. ഡ്രസ്സൊന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് വന്നതാണ്. അപ്പം ബ്രോസ്റ്റും കുബൂസും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്കിയത്. തേടികൾക്ക് വരുന്ന നിങ്ങൾക്ക് ആക്കിയത് അതൊക്കെ കഴിച്ചാണ്ട് അവർ പോയി. പിന്നെ മുത്തുവിനെ ഇറക്കി. പിന്നെ ഞാൻ മുത്തു ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതിൻ്റെ ഇടയിൽ പിന്നെ മറന്നു പോയിട്ടോ. പിന്നെ ബസ്സിലൊക്കെ കയറാൻ വേണ്ടി പോയിന്. ബസ്സിൽ നിന്ന് 2ാമത് ഇറങ്ങി വന്നതാണ്. ഇവളെ ഇറങ്ങണ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചാൽ. അപ്പോഴത്തെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പേരക്കുട്ടികൾ അത് ഇന്നുമോളും ഷാദിമോൻ അസാനൊക്കെ ഞങ്ങളെ കൂടെ ബസ്സിലാണ് കേട്ടോ. റിഫും പുതിയാപ്പിളും മാത്രമാണ് കാറിൽ. ഒരു കാറ് പോയിട്ട് ഓർക്ക് പുതുക്കം കഴിഞ്ഞ് നേരാണ്ട് പോകാമെന്നുള്ളതിലാണ് ഒരു കാറെടുത്ത് പോയത്. ഇത് പിന്നെ അങ്ങനെ ഇതാ പെണ്ണും
ചെക്കനൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ, കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഇടയിൽ മനിപ്പനൊക്കെ ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞിക്കണ്, പിന്നെ യാത്ര പറച്ചിലൊക്കെ. അപ്പോൾ ഞാൻ എത്തിയില്ല. ഏതായാലും ഓലെ കാറിലൊക്കെ കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ബസ്സാണ് പോണത് കേട്ടോ. പിന്നെ ഇനി കാറിലൊരു കാറിലും പോകുന്നുണ്ട്, 2 ബസ്സാണ് പോണത്. ബുഷിത ഇഷ്ടമോളം ഉറങ്ങിയും തോന്നുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കൊൽക്കത്തത്തിലും ആദ്യത്തെ ഒരു കല്യാണമാണ് കേട്ടോ, കൊൽക്കത്ത പേരക്കുട്ടികളിൽ ആദ്യത്തെ കല്യാണമാണ്. അപ്പോൾ ഓൽക്കത് ആരംഭത്തിലാണ്. പിന്നെ ഇവളാണ് പൊന്നുമാണ് കേട്ടോ മൂത്ത പേരക്കുട്ടി, അതാൺകുട്ടിയല്ലേ. അപ്പോൾ പിന്നെ ഓലത് കല്യാണം കഴിക്കാനായില്ലേ. പിന്നത്തത് മുത്തുവാണ് കേട്ടോ. ഇനി മുത്തുവിൻ്റെ താഴെ ഒരു അനിയത്തി മോൾട്ടിയുണ്ട്. പിന്നെ നമ്മൾ ഇഷുമോളാണ് കേട്ടോ അവിടുത്തെ പെൺകുട്ടി. പിന്നെ കുറച്ച് കഴിയണം. അങ്ങനെ അതാ ഒരു കാറിലൊക്കെ കയറി. അപ്പം ഒരു കാറിൽ കയറുമ്പോഴത്തേനും ഞങ്ങൾ ബസ്സിലേക്ക് പോയിട്ടോ, ഞാനും ബുഷി എല്ലാവരും ബസ്സിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ 2 ബസ്സാണ്. ഈ ബസ്സിലുണ്ട് ഞങ്ങളുടെ ടീം മൊത്തം. ഈ ഇത്താത്തൻ്റെ കൊൽക്കത്തയുടെ ടീം മൊത്തം ഈ ബസ്സിലായിന്. മറ്റേ ബസ്സിൽ ഓലെ പിന്നെ സിറിൻ്റെ പുതിയാപ്പിളിൻ്റെ ടീമും അങ്ങനെ ആയിട്ട് 2 ബസ്സാണ്. പിന്നെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ ബസ്സിലൊക്കെ കയറി. ഈ കയറുന്നത് വിനുവിൻ്റെ അമ്മയാണ് കേട്ടോ മുന്നിൽ. അങ്ങനെ പോവുകയാണ്. അപ്പം പിന്നെ ബസ്സല്ലേ, പാട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് അവർക്ക് കളിക്കണം. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിക്കണം. അപ്പം അവർ കുറച്ച് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ. അതാ പിന്നെ അങ്ങനെ ഒരു കുട്ടികൾ പാട്ടുമ്പത്തെ മക്കളും ഓലൊക്കെ ആയിട്ട് കുറച്ച് പാട്ടിനനുസരിച്ചൊക്കെ ഒന്ന് കളിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് ചെമ്മാടാണെന്ന്. പിന്നെ ഇവിടുന്ന് കുറച്ചേ പോകാനുള്ളൂ കേട്ടോ. ചെമ്മാട് ഇത് ഓഡിറ്റോറിയത്തിലാണ് വീട്. ചെമ്മാട് ആലഞ്ചോട് ആ ഭാഗത്ത് തന്നെയാണ് ഓഡിറ്റോറിയം കേട്ടോ. അങ്ങനെ ഐഷുമോളാണിത്, പിന്നെ കുട്ടിമോനെ മോളാണ് ചെറിയ കുട്ടിയെ കാണുന്നത്. അങ്ങനെ അവിടെ ബസ് ഇറങ്ങിക്കാണ്ട് ഞങ്ങൾ കണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ബ്രോസ്റ്റും ഇതൊക്കെയാണ് കേട്ടോ. പെപ്സി അല്ല 7-അപ്പും ബ്രോസ്റ്റും തന്നെയാണ് ഓരോ അവിടെ നിന്ന് സെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് പുതുക്കക്കാർക്ക് തന്നെയാണ് കേട്ടോ. ഞങ്ങളൊരു 250 ആൾ പറഞ്ഞിട്ടുണ്ട്. 250 ആളൊക്കെ ഉണ്ട് തോന്നുന്നു, തോന്നാളുണ്ടേ ഇനി. അങ്ങനെയാണ് പറഞ്ഞത് ആൾ. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പോവണ്ടേ. അപ്പോൾ വലിയൊരു പോക്ക് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഉൾപ്പെടുത്തി പോവുകയാണ്. അങ്ങനെയൊക്കെ അവിടെ എത്തി നമ്മൾ പിന്നെ ഇതൊക്കെ കഴിച്ച് പിന്നെ അവിടെയും പെണ്ണിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. പിന്നെ യാത്ര പറച്ചിലും ഇതൊക്കെ അറിയാലോ, പിന്നെ സങ്കടം ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇത് തന്നെ ഇനി. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം മുന്നോട്ട് പോവുകയാണ് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നുനും അസാനുവിനൊക്കെ ബ്രോസ്റ്റ് ആയാൽ മതി, എത്ര തിന്നാലും പുതിരാത്ത സാധന ബ്രോസ്റ്റ്. അത് വൃത്തിക്ക് 3 ആളും, അതിന് അസാനായാലും അബുവാനായാലും പിന്നെ എന്താ പറയുക ഇന്നുമോളായാലും അതൊക്കെ നല്ല വൃത്തിക്ക് തിന്നു കേട്ടോ. ബ്രോസ്റ്റ് ആയവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ പിന്നെ ആക്കത്തിൽ ഇന്നിങ്ങനെ തിന്നാണ്. നമ്മൾ പുതുക്കത്തിൽ പോയതല്ല, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഏതായാലും തിന്ന് മുഴുവനാക്കി. വലിയ പീസല്ല, ചെറിയ പീസായതുകൊണ്ട് വേഗം തിന്ന് കഴിഞ്ഞ്. അങ്ങനെ ഇവിടുന്ന് പെണ്ണിൻ്റെ ചെക്കനും കൂടെ ഒരു എൻട്രിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് വലിയൊരു ഓഡിറ്റോറിയമൊക്കെ ഇനി ഇതങ്ങനെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ബാക്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്ലാപ്പ് ചെയ്തങ്ങാണ്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ സ്റ്റേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതേനി. അപ്പോൾ നമ്മൾ പറയുന്നു മുത്തൂനി അവിടെ സ്റ്റേജ് ഇതില്ലെങ്കിലും ഇവിടെ അടിപൊളിയാണെന്നൊക്കെ അങ്ങനെ പറയുന്നു നമ്മൾ. അങ്ങനെ ഇവിടെ വല്ല എൻട്രിക്കൊക്കെ നല്ലതുണ്ട്. ഒരു പുക പോലെ പോണ സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ അന്നേരം ക്ലിയർ ഇല്ല, എന്തൊക്കെ ആയിട്ട് തുടച്ചിട്ട് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ അവിടെ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ മൂത്താപ്പാർക്കൊന്നും ഇതിനോട് വലിയ ഇഷ്ടമില്ല. പിന്നെ ആരും കുറ്റം പറയാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ ഒക്കെ ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലാതൊന്നും അവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആഗ്രഹം പോലെ അതൊക്കെ ഉണ്ടായി. ഓർക്കിങ്ങനെ കാണുമ്പോൾ ഒരു ആഗ്രഹങ്ങളാണല്ലോ. ഇവിടെയൊക്കെ ഇതും ഇവിടെയും ഓവറായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇതിൽ ഉണ്ടായിട്ടോ. അങ്ങനെ ചെക്കനും ഒക്കെ സ്റ്റേജിൽ കയറിയതിൻ്റെ ശേഷമുള്ള ഒരു പിന്നെ കറങ്ങലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 ഇതിൽ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, അപ്പോൾ ഒരു ഇങ്ങനെ പറഞ്ഞതനുസരിച്ചൊക്കെ ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് തന്നെ കാക്കൻ്റെ യാത്ര പറച്ചിലാണ് കേട്ടോ. ഞാനത് ഞാൻ പിന്നെ ഓരോതൊക്കെ കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പം തന്നെ കാക്കൻ്റെ യാത്ര പറച്ചിലാണ് കണ്ടത്. അവിടെ എല്ലാവരും പിന്നെ സങ്കടങ്ങളേനി, ഭയങ്കര കരച്ചിലൊക്കെ ഇനി. ഇറങ്ങുമ്പോൾ ഒന്നും കരഞ്ഞിട്ടില്ല ഇനി, പക്ഷെ ഇവിടെ എത്തിയും ഭയങ്കര കരച്ചിലേനി. അങ്ങനെ കാക്ക പോണ്. അങ്ങനെ കാക്ക പിന്നെ എന്താ പറയുക ചെക്കനെയും ഓളിയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയാണ്.
പിന്നെ ഏറ്റവും ഇതായത് നമ്മൾ റിച്ചുവിനായിട്ടുള്ള ഒരു യാത്ര പറച്ചിലുണ്ട് നോക്കണം. എല്ലാവരും ഉണ്ട്, അനിയത്തിയും റിച്ചും ഒക്കെയാണ് ഇതാക്കി. പിന്നെ ഒരു അമ്മായിൻ്റെ മോള് റിച്ചു ഭയങ്കര ധൈര്യം കേട്ടോ. കാരണം വെച്ചാൽ ഓല അങ്ങനെ ഓല് ഇനി പെങ്ങന്മാരായി ഇങ്ങനെ കൊണ്ടുവരുന്നതിന് എല്ലാ കാര്യത്തിനും വില എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കലും ഓള് ഇവിടെ വന്ന് പിന്നെ മൂത്തൻ്റെ അടുത്ത് വന്ന് നിൽക്കലും അവിടെ നിൽക്കാണ്. മോളെ പ്രായത്തുള്ള സമയത്തൊക്കെ ഓള് കൂടുതൽ ഇവിടെ ഇനി ഇവിടുന്ന് സ്കൂളിൽ പോകലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഓല്. ഭയങ്കര റിച്ച് ഇങ്ങനെ കരയുന്നൊന്നും നമ്മളാരും വിചാരിച്ചിട്ടില്ല കേട്ടോ. റിച്ചായാലും മുത്തുവിനെ പറയുന്നുണ്ട് റിച്ചു ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഓൾക്ക് സങ്കടമായി, റിച്ചുവിന് ഇത്രയൊക്കെ ഇതുണ്ടായിനല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമായി എന്നൊക്കെ അവൾ പിന്നെ പറഞ്ഞ്. അങ്ങനെ അനിയത്തി മോൾട്ട് ഓലും ഇങ്ങനെ സ്വന്തം എന്താ പറയുക സ്വന്തമാണ് എങ്കിലും നല്ല ഇതിൽ എട്ടയാളെ പോലെ നടക്കുന്ന കേട്ടോ. എന്തൊരു ഇതിനും അതുപോലെ ഉണ്ടാക്കും അവനെ സഹിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഭയങ്കര കച്ച. പിന്നെ റിച്ച് വീണ്ടും വരികയാണ്, റിച്ചുവിനും ഇങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാവരും ഇതാക്കി അങ്ങനെ പിന്നെ രണ്ടാളും ഇതാവും വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്ര തൊട്ട വീഡിയോ പിന്നെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.